നമസ്കാരം. ഹാസ്യകഥാപ്രസംഗത്തിൻ്റെ രാജാവായിരുന്നു വി ഡി രാജപ്പൻ. പുള്ളി പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു പാൻറ് തയ്പ്പിച്ചിട്ട് ഇട്ട് നോക്കിയപ്പോൾ ഇറക്കക്കൂടുതലായിരുന്നു. വീട്ടിൽ തയ്യൽക്കാർ ഒരുപാടുണ്ട്. അമ്മയോട് പറഞ്ഞു ഒരു 3 ഇഞ്ച് കുറച്ച് തരാൻ. അമ്മ പറഞ്ഞു പോയി ചേച്ചിയോട് പറ, എനിക്ക് സമയമില്ലെന്ന്. ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയും പറഞ്ഞു ഇപ്പോൾ സമയമില്ല, കുഞ്ഞമ്മയോട് പറയാൻ. കുഞ്ഞമ്മയോടും പോയി പറഞ്ഞു 3 ഇഞ്ച് കുറച്ച് തരാൻ. കുഞ്ഞമ്മയും പറഞ്ഞു ഇപ്പോൾ സമയമില്ല. നിരാശനായ ഞാൻ പാൻറ് അലമാരയിൽ വെച്ച് സ്കൂളിൽ പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇറക്കം കുറച്ചിട്ടുണ്ട്, ഇട്ട് നോക്കടാ എന്ന്. നോക്കിയപ്പോൾ പാൻറ് മുട്ടിന് മേൽ ഇരിക്കുകയാണ്. ചേടാ, ഇതെന്തു പറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഓരോരുത്തരും സമയം കിട്ടിയപ്പോൾ നമ്മുടെ പാവൻ രാജപ്പനല്ലേ എന്ന് കരുതി ഇറക്കം കുറച്ചതാണ്. ഇതേ അവസ്ഥയായിപ്പോയി നമ്മുടെ രാജപ്പൻ്റെ സിനിമയ്ക്കും. വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെട്ടിയരിയാൻ കൊടുത്ത സാധനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വി ഡി രാജപ്പൻ്റെ പാൻറ് പോലെയായി. സെൻസറുകാരെല്ലാവരും കൂടി ഉത്സാഹിച്ച് വെട്ടി ഒരു പരുവമാക്കി. 3 മണിക്കൂർ ഉണ്ടായിരുന്ന സിനിമ വെട്ടി വന്നപ്പോൾ 24 വെട്ടുകൾ. സിനിമയുടെ പേര് എംബു 24 എന്നാക്കിയാലോ എന്ന ആലോചനയിലാണിപ്പോൾ. CPMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടങ്ങിയപ്പോഴാണ് അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച സിനിമ 24 വെട്ട് ഏറ്റുവാങ്ങിയത്. ഇത് തികച്ചും യാദൃച്ഛികമാകാം. 5 ഡയലോഗ് ഉണ്ടായിരുന്ന മോഹൻലാൽ അത് 3ലേക്ക് ചുരുക്കിയതായി പറയപ്പെടുന്നു. ചില ദുഷ്ടബുദ്ധികൾ പറയുന്നത് തിയേറ്ററുകൾക്ക് മുമ്പിലിരിക്കുന്ന കട്ടൗട്ടിലേ ഉള്ളൂ, മോഹൻലാൽ സിനിമയിലില്ല എന്നാണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ട് കൊണ്ട് അടിച്ചു പരത്തിയ പരിപാടിയെ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതുപോലെയാണിത്. ഞങ്ങൾ അരിയാൻ കൊടുത്തതല്ല, വോളണ്ടറി മോഡിഫിക്കേഷനാണ് എന്നാണ് അണിയറക്കാർ പറയുന്നത്. ഈ സെൻസറിങ്ങിൽ ഏറ്റവും കൂടുതൽ ദണ്ണം ഇളകിയ ഒരു ചാനൽ മരമുറിക്കാരൻ്റെ റിപ്പോർട്ടർ ചാനലാണ്. മരമുറി മുതലാളി മാധ്യമപ്രവർത്തകർക്കൊപ്പം ഞെളിഞ്ഞു കയറിയിരുന്ന് പിണറായി സ്തുതിയും മറ്റും നടത്തുന്നത് കാണുമ്പോൾ ചിരിച്ച് ഊപ്പാടിളകും. സിനിമയിലെ രംഗങ്ങൾ മുറിച്ചത് ശരിയായില്ല എന്നാണ് മൊയലാളി പറയുന്നത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതിയായ ചാനൽ മുതലാളിയാണ് മുറിക്കലിനെപ്പറ്റി പറഞ്ഞത് എന്നോർക്കണം. കട്ട് ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വല്ലാതെ നാണം കെടുത്തി പോലും. സർക്കാരിൻ്റെ മരങ്ങൾ മുറിച്ചു കടത്തി ആവിഷ്കാരം നടത്തിയവൻ്റെ ഒരു രോദനമാണിത്. ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എമ്പുരാനൊപ്പം നിന്ന കേരളീയ സൊസൈറ്റിയെ മോഹൻലാൽ ഒറ്റി എന്നാണ്. പിണറായി സിനിമ കണ്ടില്ലേ? എൻറ്റയർ ക്യാബിനറ്റ് കുടുംബസഹിതം പോയില്ലേ? സാംസ്കാരിക പ്രവർത്തകർ കണ്ടില്ലേ? കവികൾ കണ്ടില്ലേ എന്നൊക്കെയാണ് ചോദ്യം. 2.25 ഉറുപ്പികയുടെ പേനയും കടലാസും വെച്ച് കളിക്കുന്ന മീശ എന്ന നോവൽ പോലെയല്ല ഉണ്ണി ബാലകൃഷ്ണ ഈ സിനിമ. കോടികൾ മുടക്കി രാജ്യത്ത് ജീവിക്കുന്നവർക്ക് പലതും പേടിക്കണം, പലരെയും പേടിക്കണം. പൊക്കി അടിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. മഹത്തായ സിനിമയ്ക്ക് ഗ്ലാനി സംഭവിക്കാതിരിക്കാൻ സമൂഹമാകെ കൂടെ നിന്നിട്ടും നിങ്ങൾ എന്തിനിത് ചെയ്തു എമ്പുരാനെ എന്ന് പറഞ്ഞ് ചാനൽ കമ്മികൾ മോങ്ങലോട് മോങ്ങൽ. വയനാട് ദുരന്തമുണ്ടായപ്പോൾ പിണറായി കരഞ്ഞു പറഞ്ഞിട്ട് എത്ര ദിവസം കൊണ്ടാണ് കുറച്ച് കോടികൾ കിട്ടിയത്? പക്ഷേ എമ്പുരാൻ 7 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറിയത്രേ. കട്ട് ചെയ്ത കൂട്ടത്തിൽ സുരേഷ് ഗോപിക്കുള്ള സ്പെഷ്യൽ താങ്ക്സും കളയേണ്ടി വന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നന്ദിയും സ്വീകരിച്ചിട്ടാണ് ഈ ഗോപിയണ്ണൻ മാളത്തിൽ ഒളിച്ചത്. പുറത്ത് വിവാദം ഇങ്ങനെ കൊഴുക്കുമ്പോൾ പൃഥ്വിരാജും സുപ്രിയയും കൂടി കഥ കടച്ചിട്ടിരുന്ന് ചിരിയോടെ ചിരിയാണ്. ഇങ്ങനത്തെ മൊണ്ണകളായിപ്പോയല്ലോ എൻ്റെ രാജുവേട്ട നമ്മുടെ മലയാളീസ് എന്നായിരിക്കും സുപ്രിയ ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ കേട്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് രാജുമോൻ അടുത്ത തിരക്കഥ വായിക്കുന്ന തിരക്കിലാണ്. പാവം മുരളി ഗോപി മാത്രം ചുവരിലെ ഭരത് ഗോപിയുടെ ചിത്രത്തിൽ നോക്കി മേലോട്ട് നോക്കിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു എൻ്റെ അച്ഛനല്ലല്ലോ രാജുമോൻ്റെ അച്ഛൻ. നന്ദി.